ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും NIOS +2 ഫിസിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? 5th മൊഡ്യൂളിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 5th മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. നമ്മൾ പറഞ്ഞു 5th മൊഡ്യൂളിൽ ടോട്ടൽ എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്? 5 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ആ 5 ചാപ്റ്റേഴ്സിൽ കൂടിയും ടോട്ടൽ വരുന്ന മാർക്ക് എത്രയാ? 16 മാർക്കാണ്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 5th മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ്. നമുക്ക് നോക്കാം. ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റേഴ്സ്. നമ്മൾ പറഞ്ഞു 5th മൊഡ്യൂളിൽ കറണ്ടിനെയും അതിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഇന്ന് നമ്മൾ എന്താ പഠിക്കുന്നത്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റേഴ്സ് എന്ന ചാപ്റ്റർ ആണ് പഠിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയും കുറിച്ചാണ് നമ്മൾ ഈ ഫസ്റ്റായിട്ട് തന്നെ ഈ ചാപ്റ്ററിൽ നിന്നും പഠിക്കുന്നത്. നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണെന്ന് നോക്കാം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. നമുക്ക് ഓരോ പോയിൻറ്റ്സ് ആയിട്ട് വായിച്ച് നോക്കാം. ഫസ്റ്റ് വരുന്ന പോയിന്റ് എന്താ? ആൻ ഇലക്ട്രിക് ചാർജ് പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഹാസ് പൊട്ടൻഷ്യൽ എനർജി. എന്താണ് പറയുന്നത്? ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഇലക്ട്രിക് ഫീൽഡ് എന്താ നമ്മൾ പറഞ്ഞത്? ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡ് ലൈൻസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞത്. ആ ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ചാർജിൻ്റെ ബലം, അതിൻ്റെ പവർ, ആ ഒരു ചാർജിൻ്റെ പവർ എത്രത്തോളം അനുഭവപ്പെടുന്നുണ്ട്, ആ ഏരിയയിലായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരുന്നത്. ആ ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പോയിൻ്റ് ചാർജ്, ഒരു ഇലക്ട്രിക് ചാർജ് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് അനുഭവപ്പെടും? ഒരു പൊട്ടൻഷ്യൽ എനർജി അനുഭവപ്പെടും എന്നാണ് ഈ ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. എന്താണ്? ആൻ ഇലക്ട്രിക് ചാർജ് പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഹാസ് പൊട്ടൻഷ്യൽ എനർജി. രണ്ടാമത്തെ പോയിന്റ് എന്താ? ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ദി വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദി ഇലക്ട്രിക് ഫോഴ്സ് ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഔട്ട്സൈഡ് ദി ഇലക്ട്രിക് ഫീൽഡ് ടു ദാറ്റ് പോയിന്റ്. എന്താണ് ഈ പോയിന്റ് പറയുന്നത്? ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്തിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? ഒരു പോസിറ്റീവ് ചാർജ് പുറത്ത് നിന്നും ആ ഇലക്ട്രിക് ഫീൽഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സിൻ്റെ, അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന വർക്കിന് ഈക്വലാണ്. അപ്പോൾ പുറത്ത് നിന്നൊരു ബോഡിയെ, ഒരു പോയിൻ്റ് ചാർജിനെ, ഒരു പോയിൻ്റ് ചാർജിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ആ ഇലക്ട്രിക് ഫീൽഡിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഫോഴ്സ് കൊടുക്കണം, അതിൻ്റെ മേലെ ഒരു വർക്ക് ചെയ്യണം. ആ വർക്കിന് ഈക്വലാണ് എന്ത്? ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ്. ഒരു ഇലക്ട്രിക് ഫീൽഡിലുള്ള ഏതെങ്കിലും ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്തിന് ഈക്വൽ ആണെന്ന് പറഞ്ഞത്? ഒരു ബോഡീനെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡിലേക്ക് എത്തിക്കാൻ കൊടുക്കുന്ന വർക്കിന് ഈക്വൽ ആണ്. എന്താണ് ആ പോയിന്റ്? ഒന്നും കൂടി നോക്കാം. ദ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു, എന്താണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്? ഈസ് ഈക്വൽ ടു ദ വർക്ക് ഡൺ എഗെയിൻസ്റ്റ് ദി ഇലക്ട്രിക് ഫോഴ്സ് ഇൻ മൂവിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഔട്ട്സൈഡ് ദി ഇലക്ട്രിക് ഫീൽഡ് ടു ദാറ്റ് പോയിന്റ്. ആ പോയിന്റിലേക്ക് പുറത്ത് നിന്നുമുള്ള ഒരു പോസിറ്റീവ് ചാർജിനെ എത്തിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന വർക്ക്, ഇലക്ട്രിക് ഫോഴ്സിനാണ് അത് ഈക്വലായി വരുന്നത്. അടുത്തത് ദ SI യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യലിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയും SI യൂണിറ്റ് എന്താ വരുന്നത്? വോൾട്ട്. വോൾട്ടൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു വേർഡാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും, മനസ്സിൽ നിൽക്കുന്നതാണ്. എന്തിൻ്റെ SI യൂണിറ്റാണ് വോൾട്ട് വരുന്നത്? പൊട്ടൻഷ്യലിൻ്റെയും പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയും യൂണിറ്റ് എന്താ വരുന്നത്? വോൾട്ട്. SI യൂണിറ്റ് എന്താണ്? വോൾട്ട്.
നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇഫ് 1 joule ഓഫ് വർക്ക് ഈസ് ഡൺ ഇൻ ടേക്കിംഗ് എ ടെസ്റ്റ് ചാർജ് ഓഫ് 1 coulomb ഫ്രം 1 point to the other in an electric field, the potential difference between these points is said to be on 1 volt. എന്താണ് പറയുന്നത്? 1 ജൂള് വർക്കാണ് റെസ്റ്റിലുള്ള ഒരു ചാർജിനെ, ഒരു കൂളോം ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും ഇലക്ട്രിക് ഫീൽഡുള്ള മറ്റൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, എങ്ങനെ പറഞ്ഞ്, ഒരു കൂളോം ചാർജുള്ള ഒരു ബോഡിയെ ഇലക്ട്രിക് ഫീൽഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, ഒരു ടെസ്റ്റ് ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് 1 ജൂള് വർക്കാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? 1 വോൾട്ട് ആയിരിക്കും എന്നാണ് ഈ പോയിന്റിൽ പറയുന്നത്. മനസ്സിലായോ? ഒരു തവണ കൂടെ പറയാം. അപ്പോൾ ഒരു ടെസ്റ്റ് ചാർജ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിലേക്ക് ആ ടെസ്റ്റ് ചാർജ് എത്ര വരുന്നത്? 1 കൂളോം. ആ 1 കൂളോം വരുന്ന ടെസ്റ്റ് ചാർജിനെ ഈ ഇലക്ട്രിക് ഫീൽഡിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ 1 ജൂള് വർക്കാണ് കൊടുക്കേണ്ടത്. 1 കൂളോം ചാർജുള്ള ടെസ്റ്റ് ചാർജിനെ 1 ജൂൾ വർക്ക് കൊടുത്താൽ ഇലക്ട്രിക് ഫീൽഡിലേക്ക് എത്തിക്കാം എന്നുണ്ടെങ്കിൽ അവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തിന് ഈക്വൽ ആയിരിക്കും? പൊട്ടൻഷ്യൽ എന്തിന് ഈക്വൽ ആയിരിക്കും? 1 വോൾട്ട് ആയിരിക്കും എന്നാണ് ഈ പോയിന്റ് പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം. ഇഫ് 1 ജൂൾ ഓഫ് വർക്ക് ഈസ് ഡൺ ഇൻ ടേക്കിംഗ് എ റെസ്റ്റ് ചാർജ് ഓഫ് 1 coulomb ഫ്രം ദി പോയിന്റ് ടു ദി അതർ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ്, the potential difference between these points is said to be 1 volt. ഇവിടെ അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. എ ബി എന്ന ചാർജിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് VB മൈനസ് VA, അതായത് വർക്ക് AB ഡിവൈഡഡ് ബൈ Q0 എന്താ? ചാർജ്. വർക്ക് ഡിവൈഡഡ് ബൈ ചാർജ് ആയിരിക്കും അതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ വർക്ക് എത്രയായിരുന്നു? 1. ചാർജോ 1 കൂളോം. 1/1 ഈസ് ഈക്വൽ ടു 1. അപ്പോൾ വോൾട്ട് എത്രയാണ്? 1 വോൾട്ടാണ്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാം. പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിനെ നമുക്ക് നോക്കാം. പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് നോക്കാം. ഇവിടെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. 1/4π ε0 ഇൻറ്റു Q/R. ഇത് നമ്മുടെ കൂളോംസ് ലോൻ്റെ അതേ സെയിം ഇക്വേഷനിലാണ്. ഇതിലെന്താ? ഒരു പോയിന്റ് ചാർജ് ആയതുകൊണ്ട് ഒരൊറ്റ ചാർജാണ് വരുന്നത്. പിന്നെ R എന്ന് പറയുന്നത് അവയുടെ ഡിസ്റ്റൻസ് ആണ്. ആ പോയിന്റ് ചാർജും പിന്നെ ഒരു പോയിന്റിലുള്ള ആ പോയിന്റ് ചാർജ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്താ? VP = 1/4π ε0 ഇൻറ്റു Q/R. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ Q കണ്ടോ? ഇതാണ് നമ്മുടെ ടെസ്റ്റ് ചാർജ്. ഇവിടെ ഓരോ പോയിന്റ്സിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇൻഫിനിറ്റി വരെ അങ്ങനെ നീണ്ടു പോവാണ്. ഇവിടെ ഫസ്റ്റ് P എന്ന പോയിന്റിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് പൊട്ടൻഷ്യൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ Q ചാർജ് 1/4π ε0 ഇൻറ്റു ഇവിടെ എന്താണ് ചാർജ്? ആ പോയിന്റ് ചാർജ് Q ആണ്, ഡിസ്റ്റൻസ് R. Q/R ചെയ്യാം. നമുക്ക് സപ്പോസ് എയിലുള്ള പൊട്ടൻഷ്യലാണ് കാണണ്ടേ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1/4π ε0 ഇൻറ്റു Q തന്നെയാണ് ഇവിടെ പോയിന്റ് ചാർജ് വരുന്നത്. ആ പോയിന്റിൻ്റെ ഉള്ള ഡിസ്റ്റൻസ് എത്ര? ഇവിടെ RA ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? 1/4π ε0 ഇൻറ്റു Q/RA. അങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക. അപ്പോൾ സിയിലുള്ളത് എങ്ങനെയായിരിക്കും നിങ്ങൾ പറഞ്ഞേ? അതെ, 1/4π ε0 ഇൻറ്റു Q/RC. ഇവിടെ ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത്? RC ആണ്. സോ ഇതാണ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ഒരു പോയിന്റ് ചാർജിൽ ഡിഫറൻസ് പോയിന്റ്സ് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ കാണണമെന്നുണ്ടെങ്കിൽ ഉള്ള ഇക്വേഷൻസ് ആണിത്. ഈ ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കി വെക്കുക. എക്സാമിന് പ്രോബ്ലംസ് ചോദിച്ചാൽ ഈസി ആയിട്ട് എഴുതാം.
നമ്മൾ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. നമ്മൾ എന്ത് പഠിച്ചു? ഒരു ഇലക്ട്രിക് ഡൈപോളിലുള്ള ഫോഴ്സ് കണ്ടുപിടിച്ചു. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കുന്നത്. ഒരു പോയിന്റ് മൂലം ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഡൈപോളിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ. ഇവിടെ എ ബി എന്ന ചാർജ് കൊടുത്തിട്ടുണ്ട്. മൈനസ് ക്യൂവും പ്ലസ് ക്യൂ ആണ് വരുന്നത്. പി എന്ന പോയിന്റും ഉണ്ട്. ഇവിടെ സെൻറ്റർ ഒ ആണ്. ഇവിടെ ബി ടു ഡിയും ഇങ്ങനെ വരച്ച എന്താണ്? രണ്ട് ആംഗിളും എത്രയാണ്? 90 ഡിഗ്രി ആണ് വരുന്നത്. ഡിസ്റ്റൻസ് ഇതാ ഇവിടുന്ന് ഈ പോയിന്റിലേക്ക് R1ഉം ബി എന്ന പോയിന്റിലേക്ക് ബി എന്ന ചാർജിൽ പ്ലസ് ക്യൂ ചാർജിൽ നിന്നും ഡൈപോൾ ആണ് നമ്മൾ പറഞ്ഞത്. രണ്ട് ചാർജ് ഉണ്ടാവും, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിരിക്കും. അതാണ് ഡൈപോളിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ക്യൂവും പ്ലസ് ക്യൂവും ഉണ്ട്. മൈനസ് ക്യൂവിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? R1 കൊടുത്തിട്ടുള്ളത്. പ്ലസ് ക്യൂവിൽ നിന്നും ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് R2 കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ നിന്നും ഈ ഡൈപോളിൻ്റെ സെൻട്രൽ നിന്നും വരുന്ന ആ പോയിന്റിലേക്ക് വരുന്ന ഡിസ്റ്റൻസ് ആണ് R എന്ന് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മൈനസ് ക്യൂ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ നോക്കാം. മൈനസ് ക്യൂ വരുമ്പോൾ എന്തായിരിക്കും? V1 നമുക്ക് 1 കൊടുക്കാം. R1 അല്ലേ വരുന്നത്, അപ്പോൾ V1 കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 1/4πε ഇൻറ്റു Q/R1. മൈനസ് ക്യൂ വരുന്നുണ്ടാകും. ഇവിടെ മൈനസ് വന്നിട്ടില്ല അല്ലേ? മൈനസ് Q/R1 വരും. V2 പറഞ്ഞാലോ? ബിയിൽ നിന്നും ആ പോയിന്റിലേക്ക് ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ. ആ പൊട്ടൻഷ്യലാണ് V2 എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ 1/4πε ഇൻറ്റു Q/R2. ഇവിടെ എന്ത് ചെയ്യും? നമ്മൾ രണ്ട് ഇക്വേഷനും കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടും. ആ പൊട്ടൻഷ്യൽ, ആ ഡൈപോൾ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും സം ചെയ്യണം. അപ്പോൾ V = Q ഇതിൽ രണ്ടിലും എന്തായിരിക്കും? കോമൺ ആയിരിക്കും. അപ്പോൾ ആ Q പുറത്തെടുക്കും. പിന്നെ ഒരു മൈനസും ഉണ്ട്, 1/R1 ഉണ്ട്, 1/R2 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? R2ൽ നിന്നും R1 മൈനസ് ചെയ്യും. അപ്പോൾ എന്താണ് ഫൈനൽ ഇക്വേഷൻ വരുന്നത്? V = Q/4πε0 ഇൻറ്റു 1/R2 മൈനസ് 1/R1. ദിസ് ഈസ് ദി ഇക്വേഷൻ ഓഫ് ഡൈപോളിൽ വരുന്ന ഇക്വേഷൻ ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. R1 നമുക്ക് എന്താ? R പ്ലസ് L കോസ് തീറ്റ. L കോസ് തീറ്റ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഡിസ്റ്റൻസിനെയാണ് L എന്ന് പറയുന്നത്. L കോസ് തീറ്റയാണ് വരുന്നത്. കാരണം രണ്ട് ആംഗിളും തീറ്റ വരും. ഇവിടെയും 90 ആണ്. അപ്പോൾ R1 എത്രയാണ്? L കോസ് തീറ്റ. ഈ ഡിസ്റ്റൻസ് ആണ്. നമ്മൾ ഡൈപോളിൻ്റെ ലെങ്ത് എന്താ? 2L അല്ലേ? അപ്പോൾ ഹാഫ് എടുക്കുമ്പോൾ L വരും. അപ്പോൾ L കോസ് തീറ്റ. അതുപോലെ R2 എന്തായിരിക്കും? R മൈനസ് L കോസ് തീറ്റ. നമ്മൾ ഈ ഡിസ്റ്റൻസ് ആഡ് ചെയ്യണം. അങ്ങനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഫൈനലായിട്ട് എന്ത് ചെയ്യാം? പ്ലസ് ആറും മൈനസ് ആറും ക്യാൻസൽ ചെയ്ത് പോകും. കോസ് തീറ്റ L കോസ് തീറ്റ ആഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? V = Q ഇൻറ്റു 2L കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു R² എന്ന് വരും. ഇതാണ് എന്ത്? ഡൈപോള് ഒരു ഡൈപോളിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ. ഡൈപോളിൻ്റെ ഒരു പോയിന്റിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷനാണ് എന്ത്? V = Q ഇൻറ്റു 2L കോസ് തീറ്റ ഡിവൈഡഡ് ബൈ 4πε0 R². ഇതാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. നമുക്ക് അടുത്ത നോക്കാം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് പോയിന്റ് ചാർജസ്. പോയിന്റ് ചാർജസിൽ വരുന്ന ഒരു സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ എന്താണ്? U = Q1 Q2 ഡിവൈഡഡ് ബൈ 4πε0 ഇൻറ്റു മോഡുലസ് ഓഫ് R12. എന്താണ്? ആറിൻ്റെ സൈനിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. മോഡുലസ് ആണ്, ഓൾവേസ് പോസിറ്റീവ് ആണ്. ഇപ്പം നമ്മൾ
Q1, Q2, Q3 എന്ന 3 പോയിന്റ്സ് ഉണ്ട്. അവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണമെന്നുണ്ടെങ്കിൽ 3 സം ചെയ്യണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നോക്കാം. U = 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R12 Q1 Q3 ഡിവൈഡഡ് ബൈ R13 Q2 Q3 ഡിവൈഡഡ് ബൈ R23. ഇത് 3 ആഡ് ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി, ഈ ഒരു ഫിഗറിലുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ 3 പോയിന്റ്സിലുമുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് നോക്കാം. എന്താണ് അത് പറയുന്നത്? ദ ടോട്ടൽ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഇൻ ബ്രിങ്ങിങ് വേരിയസ് പോയിന്റ് ചാർജസ് ഓഫ് ദി സിസ്റ്റം ടു ദെയർ റെസ്പെക്റ്റീവ് പൊസിഷൻസ് ഫ്രം ഇൻഫിനിറ്റ്ലി ചാർജ്ഡ് മ്യൂച്വൽ സെപ്പറേഷൻ. എന്താണ് പറയുന്നത്? വേരിയസ് പലതരത്തിലുള്ള പോയിന്റ് ചാർജസ് ബ്രിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പിടിക്കുന്ന, കറക്റ്റ് മലയാളം വേർഡ്. ബ്രിങ് ചെയ്യുക പറഞ്ഞാൽ എന്താ? കൊണ്ടുവരുന്നത്. പലതരത്തിലുള്ള പോയിന്റ് ചാർജസിൽ ആവശ്യമായ എമൗണ്ട് ഓഫ് വർക്ക് എന്തിനീക്വലാണ്? ഓഫ് ദി സിസ്റ്റം ടു ദെയർ റെസ്പെക്റ്റീവ് പൊസിഷൻ ഫ്രം ഇൻഫിനിറ്റ്ലി ചാർജ് ലാർജ് മ്യൂച്വൽ സെപ്പറേഷൻ. അതിൻ്റെ പൊസിഷനെയും കൂടി റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പറയാം. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താ പഠിച്ചത്? ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ് പഠിച്ചത്. ഈ ചാപ്റ്ററിലോ ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യലും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. At any point, the electric field is equal to negative rate of change of potential with distance at that point in the direction of field. എന്താണ് പറയുന്നത്? ഏതെങ്കിലും ഒരു പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്തിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? നെഗറ്റീവ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ. എന്തിനാണ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ? അതിൻ്റെ വെലോസിറ്റി, പൊട്ടൻഷ്യൽ. ആ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യലിനും പിന്നെ എന്തിനാണ് ചേഞ്ച് ഇൻ ഡിസ്റ്റൻസിൻ്റെയും നെഗറ്റീവ് റേറ്റിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ആ പോയിന്റിൽ നിന്നും ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡിലേക്കുള്ള ഇതാണ് പറയുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ടു മൈനസ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ഡി. ഡെൽറ്റ വി എന്താണ്? ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ. ഡെൽറ്റ ഡിയോ ചേഞ്ച് ഇൻ ഡിസ്റ്റൻസ്. നെഗറ്റീവ് ഓഫ് ഡെൽറ്റ വി ബൈ ഡെൽറ്റ ഡി ആണ് അതിൻ്റെ റിലേഷൻ. അപ്പോൾ നമ്മളോട് ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താ എഴുതുക? ഒന്നെങ്കിൽ ഈ പാരഗ്രാഫ് വിവരിച്ച് എഴുതിയിട്ട് ഈ ഇക്വേഷൻ എഴുതുക, അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഇക്വേഷനെങ്കിലും എഴുതി വെക്കുക, നമുക്ക് മാർക്ക് കിട്ടും. അടുത്ത പോയിന്റ് ആണ് നമ്മൾ ചാപ്റ്ററിലെ സെക്കൻഡ് ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. കപ്പാസിറ്റൻസ്. എന്താണ് ഒരു കപ്പാസിറ്റൻസ്? ടു കണ്ടക്ടേഴ്സ് ഹാവിങ് ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ചാർജസ് -plus q and -q on them. There is a potential difference V between them. Such a system of conductors is called a capacitor. എന്താണ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ? രണ്ട് കണ്ടക്ടേഴ്സ്, അവക്ക് എന്താണ് പ്രത്യേകത വരുന്നത്? അവരുടെ ചാർജ് ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരു കണ്ടക്ടറിൻ്റെ ചാർജ് +q ആണെങ്കിൽ മറ്റേ കണ്ടക്ടറിൻ്റെ ചാർജ് എന്തായിരിക്കും? -q ആയിരിക്കും. അടുത്ത കണ്ടീഷൻ എന്താ പറഞ്ഞേ? അവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? കപ്പാസിറ്റേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ഒരു കപ്പാസിറ്റർ ഉണ്ടാവാനുള്ള കണ്ടീഷൻ? രണ്ട് കണ്ടക്ടേഴ്സ് തമ്മിലുള്ള ചാർജസ് ഈക്വലും ഓപ്പോസിറ്റും ആയിരിക്കണം. പിന്നെ അവ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിയും ആയിരിക്കണം. അപ്പോൾ നമുക്ക് ഒരു കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ നോക്കാം. C = Q/V.
Q/V ആണ്. ചാർജ് ഡിവൈഡഡ് ബൈ വോൾട്ട് ആണ് എന്ത് വരുന്നത് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ വരുന്നത്. കപ്പാസിറ്ററിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഫാരഡ് ആണ്. ഒരു ഫാരഡ് എന്തിന് ഈക്വൽ ആണ്? 1 കൂളോം ഡിവൈഡഡ് ബൈ 1 വോൾട്ടിന് ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് കപ്പാസിറ്ററിൻ്റെ SI യൂണിറ്റ് വരുന്നത്? ഫാരഡ്. നമുക്ക് അടുത്ത് നോക്കാം. കപ്പാസിറ്റൻസ് ഓഫ് എ സ്ഫെറിക്കൽ കണ്ടക്ടർ. ഒരു സ്ഫെറിക്കൽ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് ആണ് നോക്കുന്നത്. അതിൻ്റെ കപ്പാസിറ്റൻസ് എത്രയാണ് വരുന്നത്? 4πε0. അതാണ് ഒരു സ്ഫെറിക്കൽ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് വരുന്നത്. നമുക്ക് ഫിഗറൊന്നും വരച്ച് മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ഇക്വേഷൻ പഠിച്ചാൽ മതി. എന്തായിരുന്നു സ്ഫെറിക്കൽ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ്? അതെന്താണ്? 4πε0 ആണ്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ്. നമുക്ക് കുറച്ച് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സ് പഠിക്കാനുണ്ട്. ഏതൊക്കെയാണത്? കപ്പാസിറ്റൻസ് ഓഫ് ആൻ ഇൻസുലേറ്റഡ് കണ്ടക്ടർ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ബ്രിങ്ങിങ് നിയർ ഇറ്റ് ആൻ അൺചാർജ്ഡ് എർത്തഡ് കണ്ടക്ടേഴ്സ്. ദിസ് ഇസ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ. എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞത്? എന്താണ് ഒരു കണ്ടക്ടറിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. എന്താണത്? നമുക്ക് ഒരു കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ഇൻസുലേറ്റഡ് കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. എങ്ങനെ? അതിൻ്റെ അടുത്ത് വേറൊരു ചാർജ് കൊണ്ടുവച്ചിട്ട് പിന്നെ അതിനെ എന്ത് ചെയ്യുക? അൺചാർജ്ഡ് ചെയ്യുക. അതിൻ്റെ ചാർജ് കളയുകയും ചെയ്യാം. എങ്ങനെ? അതിനെ എർത്ത് ചെയ്തിട്ട്, കണ്ടക്ടറിനെ എർത്ത് ചെയ്തിട്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ചാർജിനെ അൺചാർജ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് മറ്റൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ചാർജും ചെയ്യാം. അതാണ് കപ്പാസിറ്റേഴ്സിൻ്റെ എന്ത് വരുന്നത്? പ്രിൻസിപ്പിൾ വരുന്നത്. ബേസിക് പ്രിൻസിപ്പിൾ അതാണ് കപ്പാസിറ്റേഴ്സിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. നമുക്ക് ടൈപ്സ് ഓഫ് കപ്പാസിറ്റേഴ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് വരുന്ന ടൈപ്പാണ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. എന്താണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ? ഒരു സിംപ്ലസ്റ്റ് ഫോം ഓഫ് കപ്പാസിറ്ററിനെയാണ് നമ്മൾ പാരലൽ പ്ലേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താ? 2 മെറ്റാലിക് പ്ലേറ്റ്സ് ഉണ്ടാവും. രണ്ടിൻ്റെയും ഏരിയ സെയിം ആയിരിക്കും. ഒരു സ്മാൾ ഡിസ്റ്റൻസിലായിരിക്കും അവ തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ മീഡിയം എന്തായിരിക്കും? ഒരു ഇൻസുലേറ്റിംഗ് മീഡിയം ആയിരിക്കും അവ തമ്മിൽ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പിന്നെ ആ 2 പ്ലേറ്റ്സിൻ്റെയും ടെർമിനൽസ് എന്ത് ചെയ്യും? ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതാണ് എന്ത്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഫിഗർ വരുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രക്ചർ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പറഞ്ഞപ്പോൾ തന്നെ ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും എങ്ങനെയുള്ള കപ്പാസിറ്ററാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് നോക്കാം. A parallel plate capacitor is one of the simplest capacitors in which 2 parallel metallic plates. എന്തുണ്ട്? പാരലൽ ആയിട്ട് 2 മെറ്റാലിക് പ്ലേറ്റ്സ് ഉണ്ട്. ഈച്ച് ഓഫ് ഏരിയ എ. രണ്ടിൻ്റെയും ഏരിയ എന്താണ്? എ ആണ് വരുന്നത്. അതായത് ഈക്വൽ ആയിരിക്കും. ആർ സെപ്പറേറ്റഡ് ഫ്രം വൺ അനദർ ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ഡി. ഒന്ന് മറ്റൊന്നിനോട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഡി എന്ന സ്മാൾ ഡിസ്റ്റൻസിലായിരിക്കും അവ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തതോ ആൻ ഇൻസുലേറ്റിംഗ് മീഡിയം. ഇൻസുലേറ്റിംഗ് മീഡിയം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഇൻസുലേറ്റിംഗ് മീഡിയത്തിന് എക്സാമ്പിൾ വരുന്നത്? എയർ, പേപ്പർ, മൈക്ക, ഗ്ലാസ് എക്സെട്ര സെപ്പറേറ്റ്സ് ദി പ്ലേറ്റ്സ്. ആ 2 പ്ലേറ്റ്സിനെയും എന്തായിരിക്കും സെപ്പറേറ്റ് ചെയ്ത് വെക്കേണ്ടത്? എയറോ പേപ്പറോ മൈക്കോ ഗ്ലാസ്സോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇൻസുലേറ്റിംഗ് മീഡിയ ആയിരിക്കണം. ദ പ്ലേറ്റ്സ് ആർ കണക്റ്റഡ് ടു ദി ടെർമിനൽസ് ഓഫ് എ ബാറ്ററി. ആ 2 പ്ലേറ്റ്സ് എന്ത് ചെയ്യണം? ഒരു ബാറ്ററിയുടെ ടെർമിനൽസുമായിട്ട് കണക്ട് ചെയ്യും വേണം.
ഇതാണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വരുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ഇക്വേഷൻ നോക്കാം. C = ε0A/d. ε0A/d ആണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് വരുന്നത്. ഇവിടെ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓർ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്താണ്? എപ്സിലോൺ ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ്. നമ്മൾ പറഞ്ഞു മീഡിയം എയറോ അങ്ങനെ ഏതെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞു. ആ മീഡിയത്തിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് എന്തിന് ഈക്വലാണ്? എപ്സിലോൺ ഡിവൈഡഡ് ബൈ പെർമിറ്റിവിറ്റി ഓഫ് സ്പേസിന് ഈക്വലാണ്. അടുത്തത് കപ്പാസിറ്റൻസ്. കെ എന്താണ്? ആ കോൺസ്റ്റൻ്റ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻ്റ് ആണ്. അത് എന്തിന് ഈക്വലാണ്? capacitance with dielectric between the plate divided by capacitance with vacuum between the plate. ആ ഡൈഇലക്ട്രിക് മീഡിയവും പിന്നെ അവ തമ്മിലുള്ള വാക്കം, ആ പ്ലേറ്റ്സ് തമ്മിലുള്ള വാക്കത്തിൻ്റെയും കപ്പാസിറ്റൻസിൻ്റെ റേഷ്യോ ആണ് ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് വരുന്നത്. K = Cm divided by Co. Capacitance of medium divided by capacitance of vacuum. അതാണ് അതിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് വരുന്നത്. നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ഗ്രൂപ്പിംഗ് ഓഫ് കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്റേഴ്സിൻ്റെ ഗ്രൂപ്പിംഗ് ആണ്. പാരലൽ ഗ്രൂപ്പിംഗ് ഓഫ് കപ്പാസിറ്റർ. പാരലൽ ആയിട്ടും സീരീസ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം? കപ്പാസിറ്റേഴ്സിനെ കണക്ട് ചെയ്യാം. അപ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫിഗർ നോക്കൂ. എന്താണ്? വി എന്നൊരു വോൾട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാറ്ററിയിൽ. എയും ബിയും ആയിട്ടുള്ള ടെർമിനൽസിനെ എന്ത് ചെയ്യുന്നുണ്ട്? 3 കപ്പാസിറ്റേഴ്സ് ഇവിടെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? C1, C2, C3 എന്ന 3 കപ്പാസിറ്റൻസ് വെച്ചിട്ടുണ്ട്. അവയുടെ ചാർജ് Q1, Q2, Q3 ആണ്. ഇതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഫിഗർ എന്ന് പറഞ്ഞാൽ. കണ്ടോ, 2 കണ്ടക്ടേഴ്സ് വെച്ചിട്ടുണ്ട്. പിന്നെ അവർ തമ്മിൽ ഒരു ചെറിയ D എന്ന ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അവ രണ്ട് എന്താണ്? ഒരു ബാറ്ററിയുടെ 2 ടെർമിനൽസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയം എയറും ഉണ്ട്, ഇൻസുലേറ്റിംഗ് മീഡിയവും അവ തമ്മിലുണ്ട്. അപ്പോൾ ഇവിടെ എത്ര കപ്പാസിറ്റേഴ്സ് ഉണ്ട്? 3 ഉണ്ട്. 3 എന്താണ്? പാരലായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ടോട്ടൽ വോൾട്ട് എത്ര ആയിരിക്കും? 3ലെയും V1ലേക്കും V2ലേക്കും V3യിലേക്കും എന്തായിരിക്കും? സെയിം ആയിരിക്കും വോൾട്ടേജ് പോകുന്നത്. പാരലൽ ആകുമ്പോൾ എന്താണ്? വോൾട്ടേജ് എല്ലാത്തിനും സെയിം ആയിട്ടായിരിക്കും കിട്ടുന്നത്. നമുക്ക് നോക്കാം. ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഓഫ് എ നമ്പർ ഓഫ് കപ്പാസിറ്റർ joined in parallel is equal to the sum of individual capacitors. ഇക്വലന്റ് കപ്പാസിറ്റർ കാണാൻ എന്ത് ചെയ്യണം? ഇൻഡിവിജ്വൽ ഓരോ കപ്പാസിറ്റേഴ്സിൻ്റെയും കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കണം. പാരലൽ ആയിട്ടുള്ള ഓരോന്നിൻ്റെയും ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസ് കണ്ടുപിടിച്ചിട്ട് അവയുടെ സമ്മ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഇക്വലന്റ് കപ്പാസിറ്റൻസ്. ഈ സിസ്റ്റത്തിലുള്ള ടോട്ടലുള്ള കപ്പാസിറ്റൻസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? C1ൻ്റെ കപ്പാസിറ്റൻസും C2ൻ്റെ കപ്പാസിറ്റൻസും C3യുടെ കപ്പാസിറ്റൻസും ഇൻഡിവിജ്വലായിട്ട് കണ്ടെത്തി അത് 3ഉം സം ചെയ്യണം. അടുത്തത് എന്താ? റിമെമ്പർ ദാറ്റ് ഇൻ പാരലൽ കോമ്പിനേഷൻ ആൾ ദ കപ്പാസിറ്റേഴ്സ് ഹാവ് ദി സെയിം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ പ്ലേറ്റ്സ് ബട്ട് ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ കപ്പാസിറ്റൻസ്. എന്താണ്? വോൾട്ടേജ് പൊട്ടൻഷ്യൽ എല്ലായിടത്തും എന്താണ്? സെയിം ആയിരിക്കും, ചാർജ് ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തത് CP കണ്ടുപിടിക്കാൻ എന്താ? C1 + C2 + C3. എത്ര കപ്പാസിറ്റൻസ് ഉണ്ട്? അവയുടെ എല്ലാം കപ്പാസിറ്റൻസ് സം ചെയ്യുക. എത്ര കപ്പാസിറ്റേഴ്സ് ആണോ അവയുടെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അടുത്ത സീരീസ് ഓഫ് ഗ്രൂപ്പ് കപ്പാസിറ്റേഴ്സ്. എന്താണ് ഇവിടെ? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? ഇവിടെ വോൾട്ട് ഡിഫറൻറ്റും ചാർജ് സെയിമും ആയിരിക്കും. C1, C2, C3 ആയിരിക്കും അവയിൽ വരുന്ന കപ്പാസിറ്റേഴ്സ്.
കപ്പാസിറ്റൻസ് വരുന്നത് ഓരോ കപ്പാസിറ്റൻസിൻ്റെയും 1/, ഇക്വലൻറ്റ് കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ 1/, V = 1/C1 + 1/C2 + 1/C3 ആയിരിക്കും അതിൻ്റെ ഇക്വലൻറ്റ്, 1/C ഇക്വലൻറ്റ് എന്ന് പറഞ്ഞാൽ. ദ സെക്കൻഡ് പ്ലേറ്റ് ഓഫ് ഫസ്റ്റ് കപ്പാസിറ്റർ ഈസ് connect to the first plate of the second capacitor. The second plate of the first capacitor is connected to the first plate of next capacitor. The combination and so on. എന്താണ് ഇവിടെ ഓരോ കപ്പാസിറ്റൻസിൻ്റെയും ഓരോ പാർട്ട് എന്താണ് മറ്റേതുമായിട്ട് കണക്ട് ചെയ്യുക, അങ്ങനെയാണ് സീരീസിൽ വരുന്നത്. The second plate of last capacitor of combination is connected to the electrical source length series combination of capacitors. The equivalent capacitance is less than the least of any individual capacitance. ഓരോ ഇൻഡിവിജ്വൽ കപ്പാസിറ്റൻസിനേക്കാൾ കുറവായിരിക്കും എന്നാണ് പറയുന്നത്. ദ 1/CS ഇക്വലൻറ്റ് കപ്പാസിറ്റൻസ് എന്താ വരുന്നത് 1/C1 + 1/C2 + 1/C3. അടുത്തത് എനർജി സ്റ്റോർഡ് ഇൻ എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി എങ്ങനെ കണ്ടുപിടിക്കാം? ദ സ്റ്റോർഡ് എനർജി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി കപ്പാസിറ്റൻസ്. എനർജി എന്തിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? കപ്പാസിറ്റൻസിന് ഈക്വൽ ആണ്. ഒരു കപ്പാസിറ്ററിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി കപ്പാസിറ്റൻസിന് ഈക്വൽ ആണ്. ഇറ്റ് ആൾസോ ഇൻക്രീസസ് ആസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് കപ്പാസിറ്റൻസും ഇൻക്രീസ് ചെയ്യും, എനർജിയും ഇൻക്രീസ് ചെയ്യും. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് ഡൈലക്ട്രിക്സ് ആൻഡ് ഡൈലക്ട്രിക് പോളറൈസേഷൻ ആണ്. അതെന്താ പറയുന്നത്? ഡൈലക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഡൈലക്ട്രിക്സ് എന്ന് പറയുന്നത്. പിന്നെ അവയുടെ പ്രത്യേകത എന്താണ്? ഇലക്ട്രിക് എഫക്റ്റ് വിത്തൗട്ട് കണ്ടക്ട് ചെയ്യാതെ തന്നെ ഇലക്ട്രിക് എഫക്റ്റ് അവ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും. 2 ടൈപ്സ് ഓഫ് ഡൈലക്ട്രിക്സ് ആണ് പഠിക്കാനുള്ളത്. നോൺ പോളാറും പോളാറും ആണ്. നോൺ പോളാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോസിറ്റീവ് ചാർജിൻ്റെ സെൻറ്ററും നെഗറ്റീവ് ചാർജിൻ്റെ സെൻറ്ററും തമ്മിൽ കോയിൻസൈഡ് ചെയ്യുകയാണ്. അവയുടെ മോളിക്യൂളിൻ്റെയും ഡൈപോൾ മൊമെൻ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതിന് സിമ്മട്രിക്കൽ ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിരിക്കും. എക്സാമ്പിളായിട്ട് വരുന്നത് നൈട്രജൻ, ഓക്സിജൻ, ബെൻസീൻ, മീഥെയ്ൻ, CO2 ആണ്. ഒന്ന് ജസ്റ്റ് വായിക്കുക. എന്താണ്? ഇൻ ദി മോളിക്യൂൾസ് ഓഫ് നോൺ പോളാർ dielectrics, the center of positive charge coincides with the center of negative charge. Each molecule has 0 dipole moment in its normal state. These molecules are mostly symmetrical, such as nitrogen, oxygen, benzene, methane, CO2, etc. അടുത്തത് പോളാർ ഡൈലക്ട്രിക്സ്. അതിന് ഒരു പോളാർ ഡൈലക്ട്രിക്സ് എന്തിന് പ്രൊപ്പോർഷണലാണ്? α ε 0 × E ആണ്. ഈ ഫിഗർ ഒന്ന് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. പോളാർ ഡൈലക്ട്രിക്സും പോളാർ ഡൈലക്ട്രിക്സും ഒന്നും വിവരിക്കാനൊന്നും ചോദിക്കില്ല, ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കൊടുത്തു എന്നുള്ളൂ. നമുക്ക് എനർജി സ്റ്റോറിനെ കപ്പാസിറ്റർ പറഞ്ഞു. ഇതായിരുന്നു. ദിസ് ഇസ് ഓൾ അബൌട്ട് ദി ചാപ്റ്ററുടെ വൈൻഡപ്പ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ടോപ്പിക് എന്തായിരുന്നു? ഡൈലക്ട്രിക്സും ഡൈലക്ട്രിക് പോളറൈസേഷനും ആയിരുന്നു. പിന്നെ നമ്മൾ എനർജി സ്റ്റോറിനെ കപ്പാസിറ്റർ പഠിച്ചു. ദ സെക്കൻഡ് പ്ലേറ്റ് ഓഫ് ഫസ്റ്റ് കപ്പാസിറ്റർ പഠിച്ചു. സീരീസ് പാരലൽ കണക്ഷനും സീരീസ് കണക്ഷനും പഠിച്ചു. അത് മേ ബി എക്സാമിന് ചോദിക്കാറുണ്ട്, പ്രോബ്ലം ആയിട്ട് ചോദിക്കാം. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഇമ്പോർട്ടൻ്റ് ആണ്. ε0 A/d ആണ് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കണം. പിന്നെ വരുന്നത് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി പഠിച്ചു. പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ പഠിച്ചു. പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ് പഠിച്ചു. ദിസ് ഇസ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റേഴ്സ്. സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമ്മളപ്പോൾ 5th മൊഡ്യൂളിലെ 2nd ചാപ്റ്ററും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 3rd ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. 16 മാർക്സ് ആണ് ഈ മൊഡ്യൂളിൽ നിന്ന് ടോട്ടൽ വെയിറ്റേജ് വരുന്നത്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സിന് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത് എത്ര മാർക്കായിരുന്നു? 14 മാർക്സ് ആയിരുന്നു. അത് 2 ചാപ്റ്റർ മാത്രമേ പഠിക്കാനുള്ളായിരുന്നു.
അപ്പോൾ വെയിറ്റേജ് നോക്കി പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്ത് ഒരു ടോപ്പർ ലെവലിൽ എത്താൻ കഴിയും. നന്നായിട്ട് സ്കോർ ചെയ്യാനും ഈസി ആയിട്ട് പാസ്സാവാനും കഴിയും. അപ്പോൾ വെയിറ്റേജ് നോക്കി പഠിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ. ഞാനിവിടെ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.